ഭക്തിവിരുദ്ധമായ വൃഥാലാഭങ്ങളെ ഒഴിഞ്ഞിരിക്കാം. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ വിശ്വാസം ജനിപ്പിക്കാത്ത, നിങ്ങൾക്ക് കൃപ നൽകാത്ത സംഭാഷണങ്ങളെ ഒഴിഞ്ഞിരിക്കാം. അങ്ങനെ സംസാരിക്കുന്നവരിൽ നിന്നും ഒഴിഞ്ഞിരിക്കാം. കേൾക്കുന്നവർക്ക് കൃപയുണ്ടാകണം. കേൾക്കുന്നവരിൽ വിശ്വാസം ജനിക്കണം. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, കേൾക്കുന്നവരെ മറിച്ചു കളയുന്ന വാഗ്വാദങ്ങളെ വിട്ടൊഴിഞ്ഞിരിക്കുക, തർക്കങ്ങളെ വിട്ടൊഴിഞ്ഞിരിക്കുക, ഭക്തി വിരുദ്ധമായ വൃഥാലാഭങ്ങളെ ഒഴിഞ്ഞിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു തൻ്റെ മുൻപിൽ കടന്നു വന്ന ജനസമൂഹത്തോട് വചനം പങ്കുവയ്ക്കുമ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിലൊരാഗ്രഹമുണ്ട്. അവരുടെ അകത്ത് വിശ്വാസം ജനിക്കണം, അവർക്ക് കൃപയുണ്ടാകണം. തൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച് കർത്താവിന് അങ്ങനെ ആഗ്രഹമുണ്ടായിരുന്നു. ലാസറിന് ദീനം വന്നപ്പോൾ, ലാസർ മരിച്ചപ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ചതിങ്ങനെയാണ്, അവർ വിശ്വസിക്കുവാനിടയാകുമല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുന്നതാകണം. നിങ്ങൾക്ക് വിശ്വാസം നൽകി തരാത്ത, നിങ്ങളെ ജീവിപ്പിക്കാത്ത, നിങ്ങൾക്ക് കൃപ നൽകാത്ത സംസാരങ്ങളിൽ നിന്നും, സംസാരിക്കുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. ഭക്തി വിരുദ്ധമായ വൃഥാലാഭങ്ങളെ ഒഴിഞ്ഞിരിക്കുക. നിങ്ങൾ ഓക്കെ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. നിങ്ങൾ സ്ട്രോങ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ അകത്ത് ഭക്തി ജനിപ്പിക്കാത്ത, വിശ്വാസം ജനിപ്പിക്കാത്ത വാക്കുകളെ ഒഴിഞ്ഞിരിക്കുക. എന്തുകൊണ്ടെന്നാൽ ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. നിങ്ങളുടെ ഭക്തി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആത്മീക വർധന വരുത്താത്ത വാക്കുകൾക്ക് നിങ്ങൾ ജീവിതത്തിൽ ഇടം നൽകിയാൽ, ഇപ്പോൾ നിങ്ങൾക്കുള്ള ഭക്തി നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങൾ ഉറപ്പിച്ചു പറയുന്നത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അഭക്തി അധികം മുതിർന്നു വരും. അതുമാത്രമല്ല, അതൊരു അർബുദ വ്യാധി പോലെ നിങ്ങളെ തിന്നുകളയാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ പെട്ടെന്നൊന്നും ശരീരത്തിൽ പ്രകടമാകണമെന്നില്ല. അതിൻ്റെ 4th സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് ചിലപ്പോൾ ക്യാൻസർ ഉണ്ടെന്ന് പോലും അറിയുന്നത്. നിങ്ങൾ ഓക്കെ ആണെന്ന് കരുതി, സ്ട്രോങ് ആണെന്ന് കരുതി, തർക്കങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും ഭക്തിവിരുദ്ധമായ സംസാരങ്ങൾക്കും നിന്നു കൊടുക്കരുത്. അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ പരിശുദ്ധാത്മാവ് പ്രബോധനം നൽകുകയാണ്. ആ അന്തരീക്ഷം നല്ലതല്ല. നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന വാക്കുകളെ കേൾക്കുക, കൃപ നൽകുന്ന സംഭാഷണങ്ങൾ കേൾക്കുക. ദുരുപദേശത്തിൻ്റെ കാറ്റ് ടാർജറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഭക്തിയെയാണ്, നിങ്ങളുടെ വിശ്വാസത്തെയാണ്. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, ഹുമനയോസും അലക്സാണ്ടറും അവരുടെ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞു. അവരുടെ വിശ്വാസ കപ്പൽ മുങ്ങിപ്പോയി. ഇപ്പോൾ അവർ ദൂഷണമാണ് പറയുന്നത്. ഇപ്പോൾ അവർ പുതിയൊരു ശുശ്രൂഷയിലാണ്.
വിശ്വാസികളുടെ വിശ്വാസം മറിച്ചു കളയുന്ന ശുശ്രൂഷ, ഭക്തരുടെ ഭക്തി ടാർജറ്റ് ചെയ്യുന്ന ശുശ്രൂഷ, അങ്ങനെ ശുശ്രൂഷിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അങ്ങനെയുള്ള സംസാരങ്ങളൊന്നും ഒഴിഞ്ഞിരിക്കാം. കർത്താവിന് നല്ല നിശ്ചയമുണ്ട്. കർത്താവ് പറയുകയാണ്, എനിക്കുള്ളവരെ എനിക്കറിയാം, അവർ എൻ്റെ ശബ്ദം കേൾക്കുന്നവരാ, അവരനീതി വിട്ട് ഒഴിഞ്ഞിരിക്കും. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് നല്ല നിശ്ചയമുണ്ട്. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിൻ്റെ ആടുകളാണ്. ദൈവം പറയുകയാണ്, അവർ അനീതി വിട്ടൊഴിഞ്ഞിരിക്കും. അതെ, നിങ്ങൾക്കൊരിക്കലും ആ തർക്കങ്ങളിലൂടെയും വാഗ്വാദങ്ങളിലൂടെയും ഒന്നും സഞ്ചരിക്കാൻ കഴിയില്ല. ആ ശബ്ദത്തിന് ചെവി കൊടുക്കാൻ കഴിയില്ല. നിങ്ങൾ യേശുവിൻ്റെ ആടുകളാണ്. നിങ്ങളെ വിശ്വാസം ജനിപ്പിക്കുന്ന, വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുന്ന, കൃപ നൽകുന്ന വാക്കുകളെ അനുഗമിക്കുക. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.